Good morning. Today we can discuss appointment and removal of directors. So first, appointment of directors. അപ്പോൾ നമുക്കറിയാം ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ദേ ആർ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ദേ ആർ ദ എന്താ പറയുക ബ്രെയിൻ ഓഫ് എ കമ്പനി എന്ന് പറയാം. ദേ ഓക്യുപ്പൈ എ വെരി ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ കമ്പനി. അപ്പം ലീഗലി നോ ഫേം ഓർ അസോസിയേഷൻ ഓർ കമ്പനി ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് ഡയറക്ടേഴ്സ്. അതായത് ഡയറക്ടേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ ആര് മാത്രമേ ഡയറക്ടേഴ്സ് ആവാൻ പറ്റുള്ളൂ? ഓൺലി ഇൻഡിവിജ്വൽസ് ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് ഡയറക്ടേഴ്സ്. അപ്പോൾ എനി ഇൻഡിവിജ്വൽ ഹു ഇസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് അണ്ടർ സെക്ഷൻ 164 ഓഫ് കമ്പനീസ് ആക്ട് മേ ബി അപ്പോയിൻറ്റഡ് ആസ് ഡയറക്ടർ ഓഫ് എ കമ്പനി. അപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്യാത്ത ആർക്കും എന്താവാം എന്നാണ് പറയുന്നത്, ദേ ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് ഡയറക്ടർ ഓഫ് എ കമ്പനി. അപ്പോൾ ഡയറക്ടേഴ്സ് മേ ബി അപ്പോയിൻറ്റഡ് ഇൻ എനി വേയ്സ്. അതായത് ഫസ്റ്റ് ടൈപ്പ് ഇസ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഈ ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ആരായിരിക്കുന്ന പറയുന്നത് ബൈ ദ ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി, അല്ലെങ്കിൽ ബൈ ദി സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഫസ്റ്റ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ബൈ ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി ഓർ ബൈ ദ സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മോറാണ്ടം. ഇനി അപ്പോയിൻമെൻറ്റ് ഓഫ് സബ്സിക്വൻറ്റ് ഡയറക്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് വരിക എന്ന് വെച്ചാൽ, ഒന്നുകിൽ ബൈ ദി കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ് or by board of directors or by third parties or by the principle of proportional representation or by the tribunal. അപ്പോൾ ഈ ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ആർട്ടിക്കിൾസിൽ ആരെയാണോ പറയുന്നത് അവരെ ആയിരിക്കും, അല്ലെങ്കിൽ ദേ മേ ബി ദ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. സബ്സിക്വൻറ്റ് ഡയറക്ടേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദി കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ് ഓർ ദേ മേ ബി അപ്പോയിൻറ്റഡ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ബൈ തേർഡ് പാർട്ടീസ് ഓർ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഓർ ദേ മേ ബി അപ്പോയിൻറ്റഡ് ബൈ ദി ട്രിബ്യൂണൽ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ഡയറക്ടേഴ്സിൻ്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒന്നുകിൽ കമ്പനീൻ്റെ ആർട്ടിക്കിൾസിൽ അവരുടെ പേര് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താണെന്നാണ് പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് ടു മെമ്മോറാണ്ടം ആയിരിക്കും. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്ന് അറിയാലോ, ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്തിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണോ അവരെയാണ് ദേ ആർ നോൺ ആസ് സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. But the first director of a company are usually named in the articles of association. ഇനി ഇപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഇല്ലെങ്കിൽ, അതായത് എങ്ങനെയാണോ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻ അത് പ്രകാരമായിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുക. ഇനി ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി സച്ച് പ്രൊവിഷൻസ് ഇൻ ദ ആർട്ടിക്കിൾസ്, ദ സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മോറാണ്ടം ഷാൽ ബി ഡീംഡ് ടു ബി ദ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി until the directors are duly appointed. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഓൺലി ഇൻഡിവിജ്വൽസ് ക്യാൻ ബിക്കം ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി. ഇൻ ദി കേസ് ഓഫ് വൺ പേഴ്സൺ കമ്പനി, ഒ പി സിൻ്റെ കേസിലാണെങ്കിൽ ദ ഇൻഡിവിജ്വൽ ബീയിങ് മെമ്പർ ഷാൽ ബി ദ ഫസ്റ്റ് ഡയറക്ടർ until the director or directors are duly appointed by the member as per the provisions of the act. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടേഴ്സ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആർ ജനറലി നോമിനേറ്റഡ് ബൈ ദ പ്രൊമോട്ടേഴ്സ് ആൻഡ് ദെയർ നെയിംസ് ആർ മെൻഷൻഡ് ഇൻ ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. Okay, if articles are silent about the first directors, subscribers to memorandum who are the individuals shall be deemed to be the first directors of the company. മനസ്സിലായോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സബ്സിക്വൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് അതിൽ തന്നെ പല രീതിയിൽ വരാം. അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ആവാം, അങ്ങനെയൊക്കെ ഒരുപാട് കേസസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഓർ മെമ്പേഴ്സ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ദ ഡയറക്ടേഴ്സ് മസ്റ്റ് ബി അപ്പോയിൻറ്റഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ ജനറൽ മീറ്റിംഗ്. അതായത് however before such appointment can be made, the members must be informed by either email
or through postal communication at least 7 days before the meeting about the candidature of the person as a new director. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് വിളിച്ചിട്ട് ജനറൽ മീറ്റിങ്ങിലാണ് ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിലാണ് ഡയറക്ടറെ തീരുമാനിക്കുന്നത്. പക്ഷേ ഈ ഡയറക്ടർ കാൻഡിഡേറ്റ് താല്പര്യമുള്ള വ്യക്തികളുണ്ടാവില്ലേ ഈ ഷെയർ ഹോൾഡേഴ്സിന്, അവർക്കൊക്കെ ഒരാഴ്ച മുന്നേ എന്ത് ചെയ്തിരിക്കണം, അവരെ അറിയിച്ചിരിക്കണം നിങ്ങൾ ഈ ഡയറക്ടർ ബോർഡിലേക്ക് എടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ DIN ഓർക്കുന്നുണ്ടല്ലോ. ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇസ് കമ്പൽസറി ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടർ ഓഫ് എ കമ്പനി. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എവറി പേഴ്സൺ പ്രൊപ്പോസ് ടു ബി അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ ബൈ ദ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ് ഓർ അതർവൈസ് ഷൾ ഫർണിഷ് ഹിസ് DIN ആൻഡ് എ ഡിക്ലറേഷൻ ദാറ്റ് ഹീ ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ടു ബിക്കം എ ഡയറക്ടർ അണ്ടർ ദിസ് ആക്ട്. ഓക്കെ, അപ്പോൾ ഡയറക്ടറായി അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സാധനം പ്രൊഡ്യൂസ് ചെയ്യണം ആ വ്യക്തി. എന്തൊക്കെയാണ് വേണ്ടത്? DIN, അതായത് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും ഒരു ഡിക്ലറേഷനും, അതായത് നിയമപ്രകാരം കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് ഡയറക്ടർ ആവുന്നതിന് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രസ്താവന, ഒരു ഡിക്ലറേഷൻ്റെയും ആവശ്യമുണ്ട്. ഓക്കെ, എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ബൈ എ ഡയറക്ടർ ഷാൾ ഓൺ ഓർ ബിഫോർ ദി അപ്പോയിൻമെൻറ്റ് give his consent to hold the office of director in form number DIR 2. അപ്പോൾ കൺസെൻറ്റ് കൊടുത്തിരിക്കണം. ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഴ്സൺ എന്തായാലും ഞാൻ ഡയറക്ടറായിട്ട് നിന്നോളാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്തും കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോയിൻമെൻറ്റും. ഓക്കെ, സോ ദ കൺസെൻറ്റ് കൊടുത്തിരിക്കണം, സോറി. അപ്പോൾ ദ കമ്പനി ഷാൾ വിത്തിൻ 30 days ഓഫ് ദി അപ്പോയിൻമെൻറ്റ് ഓഫ് എ ഡയറക്ടർ ഫയൽ സച്ച് കൺസെൻറ്റ് വിത്ത് ദ രജിസ്ട്രാർ വിത്ത് എ നെസസറി ഫീ. അപ്പോൾ ഈ കൺസെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഈ കൺസെൻറ്റും എത്രയാണോ പ്രിസ്ക്രൈബ്ഡ് ഫീ പറയുന്നത് അത് വെച്ചിട്ട് രജിസ്ട്രാറുടെ അടുത്ത് ഫയൽ ചെയ്യും. ഓക്കെ, അപ്പോൾ സോ എ ഡയറക്ടർ ഷാൾ ടേക്ക് ചാർജ് ഇൻ ടു ഓഫീസ് ഓൺലി ആഫ്റ്റർ ഗിവിങ് ഹിസ് കൺസെൻറ്റ് ആൻഡ് ഫയലിംഗ് ഹിസ് കൺസെൻറ്റ് വിത്ത് എ രജിസ്ട്രാർ. ക്ലിയർ ആണല്ലോ. ഇനി പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ ദി ബോർഡാണ്. അതായത് ബോർഡ് എപ്പോഴാണ് ഡയറക്ടേഴ്സിനെ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മേ മേക്ക് ദ ഫോളോയിങ് അപ്പോയിൻമെൻറ്റ്സ്. ഏതൊക്കെ രീതിയിലുള്ള ഫോളോയിങ് ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സിനെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ബോർഡ് തീരുമാനിക്കുന്ന ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് അഡീഷണൽ ഡയറക്ടർ ആവാം, ഓൾട്ടർനേറ്റ് ഡയറക്ടേഴ്സിന്, അതേമാതിരി ഡയറക്ടേഴ്സ് ഇൻ കാഷ്വൽ വേക്കൻസി എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അഡീഷണൽ ഡയറക്ടേഴ്സിനെയാണ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ചെറിയൊരു തെറ്റ് കുടുങ്ങിയിട്ടുണ്ട്, അഡീഷണൽ ഡയറക്ടേഴ്സ് എന്ന് മതി കേട്ടോ. അപ്പം ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ക്യാൻ അപ്പോയിൻറ്റ് അഡീഷണൽ ഡയറക്ടേഴ്സ് ബേസ്ഡ് ഓൺ ദി പവർ കൺഫേർഡ് ഓൺ ദം ബൈ ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അതായത് ബോർഡിന് അങ്ങനെ ഒരു അധികാരം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, അഡീഷണൽ ഡയറക്ടേഴ്സിനെ നിയമിക്കാം. അപ്പോൾ ദിസ് മേ ബി എ പേഴ്സൺ അതർ ദാൻ എ പേഴ്സൺ ഹു ഫെയിൽസ് ടു ഗെറ്റ് അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ ഇൻ ജനറൽ മീറ്റിംഗ്. അതായത് ജനറൽ മീറ്റിങ്ങിൽ കുറേ കാൻഡിഡേറ്റ്സ് ഉണ്ടാവാം ഡയറക്ടേഴ്സായിട്ട് മത്സരിച്ച്, അതിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണല്ലോ ചെയ്യുന്നത് ഡയറക്ടേഴ്സിനെ. അങ്ങനെ മത്സരിച്ച് തോറ്റുപോയൊരു വ്യക്തിയാവാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേപോലെ ഹി ഷാൽ ഹോൾഡ് ഓഫീസ് അപ് ടു ദ ഡേറ്റ് ഓഫ് ദ നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് or the last date on which the annual general meeting should have been held, whichever is earlier. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ഓൾട്ടർനേറ്റ് ഡയറക്ടർ. അതായത് ബോർഡിന് തീരുമാനിക്കാം ഓൾട്ടർനേറ്റ് ഡയറക്ടർ അക്കോർഡിംഗ് ടു സെക്ഷൻ 61 സബ്സെക്ഷൻ 2. അപ്പോൾ ഓൾട്ടർനേറ്റ് ഡയറക്ടർ മേ ബി അപ്പോയിൻറ്റഡ് ബൈ എ കമ്പനി ഇഫ് ദ ആർട്ടിക്കിൾസ് കൺഫേഴ്സ് സച്ച് പവർ ഓർ ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദി കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഡയറക്ടേഴ്സിനെ തീരുമാനിക്കാനുള്ള ഇത് ഒന്നുകിൽ കമ്പനീൻ്റെ ആർട്ടിക്കിൾസിൽ പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുന്നത് അവർ ജനറൽ മീറ്റിങ്ങിൽ തീരുമാനം എടുത്തിരിക്കണം. അപ്പോൾ an alternate director is appointed to place of a director during his absence for a period of not less than 3 months ഫ്രം ഇന്ത്യ. അതായത് ഇപ്പോൾ ഒരു ഡയറക്ടർ നിയമിച്ച് ആ ഡയറക്ടർ എന്തെങ്കിലും ലീവിലോ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു പ്ലേസിലേക്കാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ഡയറക്ടേഴ്സിനെ എടുക്കേണ്ടത്. മനസ്സിലായല്ലോ. അപ്പം ചുരുങ്ങിയത് 3 മാസത്തേക്കാണ് ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് നടക്കുക. Such a person shall not be holding any alternate directorship for any other director in the company. അപ്പോൾ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ഡയറക്ടറെ നിയമിച്ച് കഴിഞ്ഞിട്ടുണ്ട് അയാൾ വേറൊരൊറ്റ കമ്പനിയിലും പോയിട്ട് ഡയറക്ടർഷിപ്പ് എടുക്കാനും പാടില്ല.
A person appointed as an alternate director for an independent director must be qualified to be appointed as an independent director under the provisions of the act. അതായത് ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർക്ക് പകരമായിട്ടാണ് ഒരു ഓൾട്ടർനേറ്റ് ഡയറക്ടറെ വെക്കുന്നതെങ്കിൽ, അതായത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ലീവിലായിട്ടോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് പകരമായിട്ടാണ് ഒരു ഡയറക്ടറെ വെക്കുന്നതെങ്കിൽ അയാൾക്ക് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിന് കമ്പനീസ് ആക്ട് അനുസരിച്ച് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ടോ അതെല്ലാം വേണം. ഇനി an alternate director shall not hold office for a period longer than the period permissible to the director in whose place he has been appointed. അപ്പോൾ ആർക്ക് പകരമായിട്ടാണോ ഇങ്ങനെ ഡയറക്ടേഴ്സിനെ നിയമിക്കുന്നത്, അപ്പോൾ ആ ശരിക്കുള്ള വ്യക്തിക്ക് എത്ര കാലമാണോ പീരീഡ്, എത്ര കാലത്തേക്കാണോ അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് അത്രയും കാലം മാത്രം ഈ ഓൾട്ടർനേറ്റ് ഡയറക്ടർക്കും അയാളുടെ ടെന്യൂർ എന്ന് പറയുന്നതും അത്ര കാലം മാത്രമായിരിക്കും, അതിൽ കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റില്ല. An alternate director shall vacate the office if and when the director in whose place he has been appointed returns to India. ഇനി ആ ശരിക്കുള്ള ഡയറക്ടർ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഓൾട്ടർനേറ്റ് ഡയറക്ടർക്ക് പോവുകയും ചെയ്യാം. മനസ്സിലായോ ഓൾട്ടർനേറ്റ് ഡയറക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ്, ഹൂ ഇസ് എൻ ഓൾട്ടർനേറ്റ് ഡയറക്ടർ എന്നുള്ളത്? അപ്പോൾ ഓൾട്ടർനേറ്റ് ഡയറക്ടറിനെയും തീരുമാനിക്കുന്നത് ആര് തന്നെയാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇനി പറയുന്നത് ഡയറക്ടേഴ്സ് ഇൻ കാഷ്വൽ വേക്കൻസിയാണ്. കാഷ്വൽ വേക്കൻസിയിൽ ഇപ്പം അതായത് ഇൻ കേസ് ഓഫ് എ പബ്ലിക് കമ്പനി, ഇഫ് ദ ഓഫീസ് ഓഫ് എനി ഡയറക്ടർ അപ്പോയിൻറ്റഡ് ബൈ ദി കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ് is vacated before his term of office expires in the normal course, the resulting casual vacancy may, subject to any regulation in the articles of the company, be filled by the board of directors at a meeting of the board. അതായത് എന്തെങ്കിലും കാരണത്താൽ ഒരു പബ്ലിക് കമ്പനീൻ്റെ കേസിൽ ജനറൽ മീറ്റിങ്ങിൽ അപ്പോയിൻറ്റ് ചെയ്ത ഡയറക്ടർ എന്തെങ്കിലും കാരണത്താൽ അയാളുടെ ടേം കഴിയുന്നതിന് മുന്നേ വെക്കേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്ഥാനത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കാഷ്വൽ എന്താ പറയുക ഈ വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടി ഡയറക്ടേഴ്സിനെ നിയമിക്കാം. Any person so appointed shall hold office only up to the date, അതായത് up to which the director in whose place he is appointed would have held office if it had not been vacated. അതായത് ആദ്യത്തെ ഡയറക്ടർ നിയമിച്ചത് എത്ര കാലത്തേക്കാണ്, അദ്ദേഹം വെക്കേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ എത്ര കാലം കണ്ടിന്യൂ ചെയ്യുമായിരുന്നോ അത്രയും കാലം ഈ കാഷ്വൽ വേക്കൻസിയിൽ വരുന്ന ഡയറക്ടറിനും കണ്ടിന്യൂ ചെയ്യാം ഡയറക്ടറായിട്ട്. മനസ്സിലായല്ലോ? ഇനി വരുന്നത് നോമിനി ഡയറക്ടറാണ്. നോമിനി ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 161(3), സബ്ജക്റ്റ് ടു ദ ആർട്ടിക്കിൾസ് ഓഫ് എ കമ്പനി, ദ ബോർഡ് മേ അപ്പോയിൻറ്റ് എനി പേഴ്സൺ ആസ് എ ഡയറക്ടർ നോമിനേറ്റഡ് ബൈ എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ പെർസ്യുവൻസ് ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് എനി ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ് or of any agreement or by the central government or the state government by virtue of its shareholding in a government company. അതായത് ഈ നോമിനി ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാന്ന് വെച്ചാൽ എ ഡയറക്ടർ നോമിനേറ്റഡ് ബൈ എനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ പെർസ്യുവൻസ് ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് എനി ലോ ഓർ എനി എഗ്രിമെൻറ്റ് ഓർ by any government or any other person to represent their interest. അപ്പം ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെങ്കിലും ഒരു ലോ പ്രകാരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ട് അനുസരിച്ചിട്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്യുന്ന ഡയറക്ടറെയാണ് നോമിനി ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മേ അപ്പോയിൻറ്റ് എനി പേഴ്സൺ ആസ് എ ഡയറക്ടർ നോമിനേറ്റഡ് ബൈ എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് പെർ എഗ്രിമെൻറ്റ് ഓർ ലോ or by the central government or state government by virtue of its shareholding in the government company. ഓക്കെ, അപ്പോൾ ഈ ഗവൺമെൻറ് കമ്പനീസിൽ അവർക്ക് അവരുടെ ഷെയർ ഹോൾഡിങ് അത്രയും ഷെയർസ് അവരുടെ കയ്യിലുള്ളത് കൊണ്ടാണ് അവർക്ക് എന്തിനുള്ള ഈ ഒരു അധികാരമുള്ളത്, നോമിനി ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതുള്ളത്. ഓക്കെ, സോ ഹവർ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് നോമിനി ഡയറക്ടർ ഷാൽ ബി സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഇൻ ദ ആർട്ടിക്കിൾസ് ഓഫ് കമ്പനി. അപ്പോൾ എല്ലാം എന്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്തൊക്കെ പ്രൊവിഷൻസ് ഉണ്ടോ അത് പ്രകാരം തന്നെയുള്ളൂ എല്ലാവരെയും അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റ്. ഓക്കെ, ഇനി അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷനാണ് പറയുന്നത്. സെക്ഷൻ 163 പറയുന്നത് പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എനി മെമ്പർ ഓഫ് എ കമ്പനി who complains that
generally directors of a company are appointed by a simple majority of shareholders, and the minority shareholders may find even a single director on the board എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 163 ഓഫ് കമ്പനീസ് ആക്ട് പ്രൊവൈഡ്സ് an option to companies to appoint directors by way of proportional representation. അതായത് ആർട്ടിക്കിൾസ് ഓഫ് എ കമ്പനി മേ പ്രൊവൈഡ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. അതായത് ഈതർ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ഓർ ബൈ എ സിസ്റ്റം ഓഫ് ക്യുമുലേറ്റീവ് വോട്ടിംഗ് ഓർ അതർവൈസ്. അങ്ങനെയുള്ള അപ്പോയിൻമെൻറ്റ് ഷാൽ ബി മെയ്ഡ് വൺസ് ഇൻ 3 years and casual vacancies of such directors may be filled up according to section 161(4). അതായത് കാഷ്വൽ വേക്കൻസി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ എങ്ങനെയാവാം, എ സിസ്റ്റം ഓഫ് സ്ട്രെയിറ്റ് മെജോറിറ്റി ഓഫ് വോട്ട്സ്, നേരിട്ടിട്ട് വോട്ടിംഗ് നടത്തിയിട്ടാവാം, അല്ലെങ്കിൽ എ സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ 163 പറയുന്നത് എന്താണ്? കമ്പനി ക്യാൻ അഡോപ്റ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ലെസ് ദാൻ 2/3 ഓഫ് ഡയറക്ടേഴ്സിനെ, ഇപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് 15 ആണെങ്കിൽ അതിൻ്റെ 2/3 എന്ന് പറയുന്നത് 10 വരും. അങ്ങനെയുള്ള ഡയറക്ടേഴ്സിനെ കമ്പനിക്ക് ഏത് പ്രിൻസിപ്പിൾ പ്രകാരം, പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണൽ വോട്ടിംഗ് റെപ്രസെൻറ്റേഷൻ പ്രകാരം വേണമെങ്കിൽ തീരുമാനിക്കാം. അതാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ഇസ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ ട്രിബ്യൂണൽ. അപ്പോൾ ചില സമയത്ത് എന്താവാം, എനി മെമ്പേഴ്സ് ഓഫ് എ കമ്പനി who complains that the affairs of the company have been or are being conducted in a manner prejudicial to public interest or in a manner prejudicial or oppressive to him or any other member or members or in a അതായത് prejudicial to the interest of the company or the company's business has been running in a manner which is likely to cause serious damages to the interest of the trade, industry or business, and the business of company is conducted to defraud the creditors or members of the company, the tribunal may appoint such number of persons as directors who may be required the tribunal to report to the tribunal on such matters as the tribunal may direct എന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും കമ്പനിയിലൊരു മെമ്പർക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവുകയാണ്, കമ്പനീൻ്റെ നടത്തിപ്പ് പോരാന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ട്രിബ്യൂണലിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ട്രിബ്യൂണൽ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ദേ മേ അപ്പോയിൻറ്റ് ഡയറക്ടേഴ്സ്. അപ്പം where an application is made to the tribunal under section 241 for relief against oppression or mismanagement of a company's affairs, the tribunal, if satisfied, order for appointment of such number of persons as directors. Okay. അപ്പോൾ ട്രിബ്യൂണൽ എന്ത് ചെയ്യിച്ചു? ദേ മേ ഇഷ്യൂ ദ ഓർഡർ ഓൺ എ പെറ്റീഷൻ മെയ്ഡ് ടു ഇറ്റ് by at least 100 members of the company or the members holding at least 10% of voting rights in the company. അപ്പം ആരാണ് ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്? ഒന്നുകിൽ ഒരു 100 ആളുകളുടെ അടുത്ത് നിന്നെങ്കിലും ഇങ്ങനെയുള്ളൊരു കംപ്ലയിൻറ്റ് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ 10% വോട്ടിംഗ് റൈറ്റ് ഹെൽഡ് ചെയ്യുന്ന മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെയുള്ളൊരു കംപ്ലയിൻറ്റ് ട്രിബ്യൂണലിന് കിട്ടിയാൽ ട്രിബ്യൂണൽ മേ അപ്പോയിൻറ്റ് directors. അങ്ങനെയാണ് ട്രിബ്യൂണൽ അപ്പോയിൻറ്റ് ചെയ്യുക. ഓക്കെ. but the central government, if it is of the opinion that the affairs of the company are being conducted in a manner prejudicial to public interest, it may apply to the tribunal for the aforesaid functions. Okay.